ഓം ശാന്തി. ഒരിക്കൽ ഒരു ഗ്രാമത്തിലൊരു ചെറുപ്പക്കാരനായ യുവാവ് താമസിക്കുന്നുണ്ടായിരുന്നു. 18-20 വയസ്സോളം ആയിട്ടുണ്ടാവും. അയാൾ എത്ര പരിശ്രമിച്ചു കൊണ്ടുവന്ന് ജീവിക്കാൻ നോക്കിയാലും അന്നത്തെ അന്നത്തിനുള്ള വകുപ്പ് പോലും കിട്ടില്ലായിരുന്നു. ഒരു ഭിക്ഷക്കാരന് തുല്യമായിരിക്കുന്ന ജീവിതം, കഷ്ടതകൾ നിറഞ്ഞ ജീവിതം. ഒരു ദിവസം എന്നും അയാൾക്കുള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് കയറിക്കിടക്കാനുള്ള ഒരു കൊച്ചു കൂരയിൽ തൻ്റെ അന്നത്തെ ആഹാരത്തിന് വേണ്ടി എല്ലാം അയാൾ സംഭരിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും പകുതി എലി തിന്ന് പോയിട്ടുണ്ടാവും. എന്നും വയറ് നിറച്ച ആഹാരം രാത്രി കഴിച്ചുറങ്ങാൻ അയാൾക്ക് സാധിക്കില്ല. ഒരു ദിവസം അയാൾ ഈ എലിയെ പിടികൂട്ടി എലിയോട് ചോദിക്കുകയാണ്, എത്ര സമ്പന്നന്മാരുടെ വീടുകളുണ്ട്, അവിടെ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിൽ എടുത്ത് തിന്നാൻ പറ്റുമല്ലോ, നീ എന്തിനാ ഒരു നേരത്തെ അന്നത്തിന് പോലും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവയ്ക്കുന്ന എൻ്റെ അന്നം തന്നെ വേണം നിനക്ക് മോഷ്ടിച്ച് തിന്നാൻ എന്ന് എലിയോട് ചോദിക്കുകയാണ്. അപ്പോൾ എലി പറയും, നിൻ്റെ വിധിയിൽ ഇതേ എഴുതിയിട്ടുള്ളൂ, ഒരു നേരം പോലും നിനക്ക് ആഹാരം കഴിക്കണമെന്ന് എഴുതിയിട്ടില്ല സ്വസ്ഥമായിട്ട്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നീ ബുദ്ധൻ്റെ അടുത്ത് പോയി ചോദിക്കൂ എന്ന് പറയുകയാണ്. ഇയാൾ വിചാരിക്കും, എന്തായാലും ശരി, എനിക്കൊന്നും നേടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ബുദ്ധൻ്റെ അടുത്ത് പോയിട്ട് എന്തുകൊണ്ട് എൻ്റെ വിധി ഇങ്ങനെ എന്ന് ഞാൻ ചോദിക്കും എന്ന് നിശ്ചയിച്ച് അയാളുടെ വീട്ടിൽ നിന്ന് ആ രാത്രി അയാൾ പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര ചെയ്തു. ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്ത് അടുത്ത ഗ്രാമത്തിലെ കാടിനടുത്തെത്തി. അവിടെ കൊച്ചു ചെറിയൊരു വീടുണ്ടായിരുന്നു. കാട്ടിൽ രാത്രി പോകുമ്പോൾ മൃഗങ്ങളെങ്ങാനും പിടിച്ച് തിന്നാലോ എന്നുള്ളതായിട്ടുള്ള ഭയം അയാളെ വല്ലാതെ ഭരിക്കാൻ തുടങ്ങി. അയാൾ ആ വീട്ടിൽ രാത്രി അന്തി ഉറങ്ങാൻ വേണ്ടി ഒരു സഹായം ആവശ്യപ്പെട്ടു. ആ കുടിലുള്ള ആളുകൾ ആ കിടന്നോളൂ പറഞ്ഞ അയാൾക്ക് കിടക്കാനുള്ളതായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. രാവിലെ ഉണർന്നപ്പോൾ ആ വീട്ടുകാരത്തി ചോദിക്കുകയാണ്, എവിടേക്കാണ് മോനെ പോകുന്നത്, എന്താണ് ഇത്രയും ധൃതിയിൽ എഴുന്നേറ്റ് നീ പോകുന്നുണ്ടല്ലോ, എവിടേക്കാണ് പോകുന്നത് ചോദിക്കുക. അപ്പോൾ പറയും, എൻ്റെ ജീവിതം ഇത്രയും കഷ്ടപ്പെട്ടൊരു ജീവിതമാണ്, അപ്പോൾ അതുകൊണ്ട് ബുദ്ധൻ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു തരുന്നതാണ് ആ എലി എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ബുദ്ധനെ കണ്ട് നേരിട്ട് എന്തുകൊണ്ട് എൻ്റെ വിധി ഇങ്ങനെയെന്ന് ചോദിക്കാൻ പോകാമെന്ന് പറയും. അപ്പോൾ ആ അമ്മ പറയും, മോനെ എനിക്കും ഉണ്ട് 16 വയസ്സായിട്ടൊരു മോള്, ആ 16 വയസ്സായിട്ടുള്ള മോള് ഇന്നേ വരെ ഒരു അക്ഷരം ഞങ്ങളുടെ അടുത്ത് മിണ്ടിയിട്ടില്ല, ഒരു കുഞ്ഞേ ഉള്ളൂ, ഞങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ ഒരു ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല, നീ ബുദ്ധനെ കാണുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് എൻ്റെ മോള് മിണ്ടുന്നില്ല എന്ന ഒരു ചോദ്യം ഒന്ന് ചോദിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി പറയും, ശരി ഞാൻ ചോദിക്കാം അമ്മയെന്ന് പറയും. അങ്ങനെ അവൻ്റെ യാത്ര തുടർന്നു. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ മഞ്ഞമല, വലിയ 2 മഞ്ഞമല അവന് കടക്കണമായിരുന്നു. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു മലയുടെ മുകളിൽ അവൻ എത്തി. അവിടെ എത്തുമ്പോൾ ഒരു ജാലവിദ്യക്കാരൻ തൻ്റെ കയ്യിൽ വടിയായിട്ട് നിൽക്കുന്നു. അയാൾ ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് യാത്ര എന്ന്. അപ്പോൾ പറയും, ഞാനിങ്ങനെ ബുദ്ധനെ കണ്ടുകൊണ്ട് എൻ്റെ കഷ്ടപ്പാട് തീരുന്നത് എപ്പോൾ എന്നറിയാൻ വേണ്ടി പോകുകയെന്ന് പറയും. അപ്പോൾ അയാൾ പറയും, നീ എനിക്ക് വേണ്ടി ബുദ്ധൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുമോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കാമല്ലോ എന്ന് പറയണം, ഞാൻ 1000 വർഷത്തോളമായി ഇവിടെ കഠിന തപസ് ചെയ്യുകയാണ്, സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് ഇതുവരെയും എന്നെ കൊണ്ടുപോയിട്ടില്ല, എൻ്റെ തപസ്സിൻ്റെ കണക്കനുസരിച്ച് കൊണ്ടുപോകേണ്ടതാണ്, എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോയിട്ടില്ല എന്ന് നീ ഒന്ന് ബുദ്ധനോട് ചോദിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയും, ശരി ഞാൻ ചോദിക്കാമെന്ന് പറയും. അങ്ങനെ അയാളുടെ മാന്ത്രിക വടി ഉപയോഗിച്ചുകൊണ്ട് ആ 2 മലയും കടത്തി അപ്പുറത്തുള്ളതായിരിക്കുന്ന സമതലത്തിൽ അവൻ ചെന്ന് നിന്നു. കുറച്ച് ദൂരം ആ സമതലത്തിലൂടെ നടന്നു പോയപ്പോൾ വലിയൊരു വിശാലമായ നദി. ആ നദി കടക്കാൻ അവന് നീന്തൽ അറിഞ്ഞുകൂടാ. അവൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഒരു ആമ അവൻ്റെ അടുത്തേക്ക് വരും. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, എനിക്ക് ബുദ്ധനെ കാണാൻ വേണ്ടി പോകണമായിരുന്നു, അതിനാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആമ പറയും, ഞാൻ നിന്നെ കടക്കാൻ സഹായിക്കാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ, നീ എനിക്ക് വേണ്ടി ഒരു ചോദ്യം ബുദ്ധനോട് ചോദിക്കാമെങ്കിൽ എന്ന് പറയും. ഓക്കെ ഞാൻ ചോദിക്കാമല്ലോ എന്ന് പറയും. അങ്ങനെ ആമ അവനെ കടത്തി കൊടുത്തിട്ട് പറയും, ഒരു ഡ്രാഗൺ ആവാനുള്ളതായിട്ടുള്ള മോഹവുമായിട്ട് ഞാൻ ഒരുപാട് കാലമായി തപസ്സനുഷ്ഠിച്ച് ഈ പുഴയിൽ കഴിയുകയാണ്, എന്നിട്ടും ഇതുവരെ എനിക്ക് ഡ്രാഗൺ ആകാൻ സാധിച്ചില്ല, എന്തുകൊണ്ട് എന്ന് ബുദ്ധനോടൊന്ന് ചോദിക്കാൻ പറയും. അങ്ങനെ ആ നദിയും കടന്ന് കുറച്ച് ദൂരം പോയപ്പോൾ ബുദ്ധൻ്റെ ആശ്രമത്തിലെത്തി. അവനവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കേൾക്കുന്നത് ബുദ്ധൻ പറയുകയാണ്, ഒരാൾക്ക് ഇന്ന് എന്നോട് 3 ചോദ്യം ചോദിക്കാം, അതിനേക്കാൾ കൂടുതൽ ചോദിക്കരുത് എന്ന്. അവനാകെ പകച്ചു നിന്ന് പോയി. ആ പെൺകുട്ടിയുടെ കാര്യം ചോദിക്കണം, ജാലവിദ്യക്കാരൻ്റെ കാര്യം ചോദിക്കണം, ഈ ആമയുടെ കാര്യം ചോദിക്കണം, എൻ്റെ കാര്യം ചോദിക്കണം. അപ്പോൾ 4 ചോദ്യമായി. 4 ചോദ്യം എന്തായാലും ചോദിക്കാൻ പറ്റില്ല, 3 ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലിങ്ങനെ ഓർത്ത് നോക്കിയിട്ട് പറയും, ആ പെൺകുട്ടി മിണ്ടാതെ എത്ര കാലമായിപ്പോയി, അവരച്ഛനും അമ്മ എത്രയാണ് വേദനിക്കുന്നത്, എനിക്ക് എന്തായാലും മരിക്കാതെ കഴിക്കാനുള്ള അന്നം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അവരെ ആയിക്കോട്ടെ. രണ്ടാമത് വിചാരിക്കുകയാണ്, 1000 വർഷമായിട്ട് തപസ് അനുഷ്ഠിച്ചിട്ടും അങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റാത്ത ഒരാൾ എന്നെ സഹായിക്കുകയും കൂടെ ചെയ്തു, അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം അയാളെ തന്നെ വേണം.
പിന്നെ മൂന്നാമത്തെ ആമയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ നദി കടത്തുന്നത് ആമയാണ്, അല്ലെങ്കിൽ എനിക്ക് എത്താൻ പോലും പറ്റില്ല. എന്നാൽ പിന്നെ പോട്ടെ, ഇവരെ 3 പേരെ കാര്യങ്ങൾ ചോദിക്കാം, എൻ്റെ കാര്യം വിട്ടേക്കാം, ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാവുന്നു അതുപോലെ ജീവിക്കാം, എൻ്റെ വിധി അതായിരിക്കും എന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ ബുദ്ധനോട് ചോദിക്കാനുള്ള സമയത്ത് ഇവൻ ഈ 3 ചോദ്യങ്ങളും ബുദ്ധൻ്റെ അടുത്ത് ചോദിച്ചു. ബുദ്ധൻ ഉത്തരം കൊടുക്കുകയും ചെയ്തു. പറഞ്ഞു, ആ ആമ പുറന്തോട് പൊളിച്ച് മാറ്റാൻ തയ്യാറാവുകയാണെങ്കിൽ, അതൊന്ന് പുറത്ത് കിടക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആമയ്ക്ക് ഡ്രാഗൺ ആവാൻ സാധിക്കും. ആ ജാലവിദ്യക്കാരൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക വടിയുണ്ട്, ആ വടി ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. ആ പെൺകുട്ടി കല്യാണം കഴിയുന്ന മാത്രയിൽ ആ പെൺകുട്ടിക്ക് സംസാരിക്കാനുള്ള ശക്തിയും കിട്ടുമെന്ന്. അങ്ങനെ 3 ആൾക്കുള്ള ഉത്തരവും കിട്ടി. അവൻ തിരിച്ചു വരികയാണ്. ആദ്യം ആമയോട് വന്ന് പറഞ്ഞു, നിൻ്റെ പുറംതോട് നീ മാറ്റാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഡ്രാഗൺ ആവാൻ സാധിക്കുമെന്ന്. അങ്ങനെ പുറംതോട് പൊളിച്ചു മാറ്റിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ അമൂല്യമായിരിക്കുന്ന ഒരു രത്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആമ അവന് അക്കരെ കടത്തി കൊടുത്തിട്ട് പറയുകയാണ്, ഈ രത്നം എന്തായാലും എൻ്റെ പുറംതോടിൽ എനിക്ക് ആവശ്യമില്ല, നീ എടുത്തോളാൻ പറയും. അങ്ങനെ വില പിടിച്ച് വലിയൊരു രത്നം അവൻ്റെ കയ്യിൽ സ്വന്തമാവും. അത് കഴിഞ്ഞ് അവൻ മഞ്ഞുമലയുടെ അടുത്തെത്തി. മാന്ത്രികൻ കത്ത് നിൽക്കുകയായിരുന്നു അവന് വേണ്ടിയിട്ട്. മാന്ത്രികൻ ചോദിക്കും, എന്തു പറഞ്ഞു ബുദ്ധൻ എനിക്ക് വേണ്ടിയെന്ന് പറയും, അങ്ങ് ഈ മാന്ത്രിക വടി ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്ന പറഞ്ഞതെന്ന്. എന്നാൽ പിന്നെ ഞാൻ കളയല്ലേ, ഇത് നീ എടുത്തോളാൻ പറഞ്ഞു. ആ മാന്ത്രിക വടിയും അവന് സ്വന്തമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ആ അമ്മയുടെ ആ കാട്ടിലൂടെ തന്നെ അവൻ തിരിച്ചെത്തി. അവിടെ ആ വീട്ടിൽ ചെന്നു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ മകളെ എന്ന് കല്യാണം കഴിക്കുന്നു അന്ന് അവൾ സംസാരിക്കുന്നതാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ ഇത്ര സത്യസന്ധമായിട്ട് പോയി അവൾക്ക് വേണ്ടി ഉത്തരം കണ്ടുവന്ന അവൻ്റെ അടുത്ത് ഭയങ്കര ആരാധനയായി അച്ഛനും അമ്മയ്ക്കും അവന് കല്യാണം കഴിച്ചു കൊടുത്തു ആ പെൺകുട്ടീനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ ഉപേക്ഷിച്ചത് സ്വന്തം കാര്യം ബാക്കി എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവന് ധനവും വന്നു, പത്നിയെ കിട്ടി, ജാലവിദ്യ കിട്ടി, എല്ലാം അവൻ്റെ ലൈഫിൽ സ്വന്തമായി. അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും പല കഷ്ടങ്ങളും നമ്മുടെ അടുത്ത് വരുന്നത് നമ്മൾ കഷ്ടതയിൽ വിഷമിച്ചുകൊണ്ട് നമ്മുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ത്യാഗത്തിലൂടെ ഭാഗ്യം എന്ന സൗഭാഗ്യം നഷ്ടമാക്കും. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന കർമ്മം എൻ്റെ സുഖത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ സുഖമാണെന്ന് മാനിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും തന്നെത്താൻ വന്നു ചേരും. അതുകൊണ്ട് ത്യാഗത്തിലൂടെയാണ് ഭാഗ്യം, സമർപ്പണത്തിലൂടെയാണ് സമ്മാനം. ഈ രഹസ്യത്തെ മനസ്സിലാക്കി സുഖം കൊടുത്തുകൊണ്ട് സുഖം നേടുന്ന അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.